കുറച്ച് അമ്മമാരും ചേച്ചിമാരും ഈ പൊങ്കാലയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അവരുടെ പൊങ്കാല വിശേഷങ്ങളും പൊങ്കാലയ്ക്കുള്ള തയ്യാറെടുപ്പുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയാണ് പൊങ്കാലയ്ക്ക് പോകാനുള്ള പ്ലാനിംഗ് ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഞങ്ങൾ പൊങ്കാലയ്ക്ക് പോകാനുള്ള പ്ലാനിങ്, അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം. കൊതുമ്പ്, ഉണക്കലരി, ശർക്കര, നെയ്യ്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ വാങ്ങിക്കുന്നത് കലവും വാങ്ങിക്കും. അതിനുള്ള കയ്യിലും മാത്രമേ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ വാങ്ങിക്കാറുള്ളൂ. എത്ര വർഷമായിട്ട് പൊങ്കാല ഇടാൻ പോകുന്നത്? ഞാനൊരു 19 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഏകദേശം പോയി തുടങ്ങിയിട്ട്. ആ സമയമാകുമ്പോൾ തന്നെ നമ്മളത് പ്ലാൻ ചെയ്യും, പോകണം, അവിടെ എത്തണം. നമുക്കത് എന്താണ് എന്നുള്ളത് അവിടെ ചെന്നുള്ള അനുഭവം അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാർത്തിക ദിവസം തൊടിയാണ് കാപ്പുകെട്ടൽ തുടങ്ങുന്നത്. അപ്പോൾ ആ ദിവസം വെച്ച് നമ്മൾ നൊയമ്പ് തുടങ്ങും. അത് ഓരോരുത്തരുടെ അവസരം അനുസരിച്ച് എടുക്കാം. നമ്മൾക്ക് പുറത്തുനിന്നുള്ള ചൂട് നമ്മളുടെ കത്തിക്കണ, അത് പൊങ്കാല ഇടണ സമർപ്പണത്തിൽ തന്നെ തീയും നമുക്ക് മുകളിൽ നിന്നുള്ള ആ സൂര്യൻ്റെ താപവും നമ്മുടെ ഉള്ളിലുള്ളൊരു ആവേശമുണ്ട്. കാരണം ഇത്രയും നമ്മൾ നൊയമ്പെടുത്ത് പോകുന്നതല്ല. അപ്പോൾ ആ ഒരു എല്ലാ അനുഭവവും കൂടെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക അനുഭൂതിയാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആറ്റുകാലമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം മറ്റേ പായസമാണ്. കടും പായസം പോലത്തെ ശർക്കര പൊങ്കാലയാണ് ഏറ്റവും പ്രധാനം. പിന്നെ വെള്ള നേദ്യം, പാൽപ്പായസം, പിന്നെ മണ്ടപ്പുറ്റ്, പിന്നെ തെരളി, അങ്ങനെയുള്ളതൊക്കെയാണ്. എന്ത് ആഗ്രഹം വിചാരിച്ചാണോ നമ്മൾ പൊങ്കാല ഇടുന്നത്, ആ ആഗ്രഹം സഫലീകരിക്കാറുണ്ട്. ഒരു പ്രാവശ്യം പോയി പൊങ്കാല ഇട്ട് കഴിഞ്ഞ ശേഷം പിന്നെ എനിക്ക് ആ ദിവസം ആകുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും പോകണം എന്നുള്ളൊരു ചിന്തയാണ്. ദേവിയെ കാണണം, പൊങ്കാല ഇടണമെന്ന്. നല്ല സപ്പോർട്ടാണ് ഇവർ. ഭയങ്കര ഇഷ്ടത്തോടൊപ്പം എല്ലാ കാര്യവും നമുക്ക് ചെയ്തും തരും. ഞങ്ങൾ 20 പേര് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ 20 പേർക്കും അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് നല്ല എന്താണ് പറയുക, എനിക്കത് പറയാറിയില്ല, അത്രയ്ക്ക് ഇഷ്ടം അവരുടെ കൂടെ പോകാൻ. നല്ല രസമാണ്. അമ്മൂമ്മയാണോ നിങ്ങൾക്ക് എല്ലാവർക്കും നിർദ്ദേശങ്ങളൊക്കെ? അമ്മൂമ്മയാണ് ഞങ്ങൾക്ക് ഇത് പോണതിന് മുമ്പ് കൊതുമ്പൊക്കെ റെഡിയാക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ഞങ്ങളെക്കാൾ മുമ്പേ തന്നെ അമ്മൂമ്മയാണ് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കണം. ഐഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദിനുദേ ഗിരിവരവിന്ധ്യ ശിരോദിനി വാസിനി വിശ്വവിനാശിനി ജിഷ്ണുനുദേ. പൊങ്കാല അർപ്പിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ഏകദേശം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി അമ്മയുടെ അനുഗ്രഹം തേടാൻ ഈ ഭക്തജനങ്ങൾ നേരെ ആറ്റുകാലേക്ക്. ക്യാമറമാൻ ബിനു പാമ്പയ്ക്കൊപ്പം സ്നേഹ മൊള്ളൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.